നമസ്തേ. എല്ലാവർക്കും ദേവി കൃപ ഗൈഡൻസ് ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു മാസമായിട്ട് ഈ ചാനൽ ഇടാൻ പറ്റിയിരുന്നില്ല, കുറച്ചധികം തിരക്കായിരുന്നു. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു സ്കൂൾ തുറക്കുന്ന സമയം സ്കൂൾ തുറന്നല്ലോ, അപ്പം ആ സമയം നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം, പഠനം എങ്ങനെ സിസ്റ്റമാറ്റിക്കായി തുടങ്ങാം എന്നുള്ള ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ ഇതിലിടുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ സ്കൂൾ തുറന്നു കഴിഞ്ഞു, നമ്മുടെ പുതിയ ക്ലാസ്, പുതിയ പുസ്തകം, പുതിയ അധ്യാപകര്, പുതിയ പുതിയ പ്രതീക്ഷകൾ കുട്ടികൾക്ക്. പല കുട്ടികളും വർഷാരംഭത്തിൽ തന്നെ വലിയ ആവേശത്തോടു കൂടി പഠനം തുടങ്ങും. നമ്മളും അതേ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ ആവേശം കുറയും, പിന്നെ പഠനം പിന്നിലേക്കാവും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം തന്നെ പഠനം എങ്ങനെ സിസ്റ്റമാറ്റിക്കായി ആരംഭിക്കാമെന്നാണ്. ഇപ്പോൾ സ്കൂൾ തുറന്ന ഒരാഴ്ചയായി, ആ ഒരാഴ്ചക്കുള്ളിലൊന്നും അധികം ക്ലാസ് എടുക്കില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മുടെ സമയം എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ പഠന ജീവിതം കൂടുതൽ ഒരു ക്രമബന്ധവും വിജയകരമാക്കാൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറയണത്. അതായത് ശരിയായ മനോഭാവത്തോടു കൂടി ആരംഭിക്കുക. ശരിയായ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ആരംഭിക്കുക പഠനം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നല്ല മാർക്ക് നേടുന്നത് ഒരു ദിവസത്തെ ആ ഒരു പരിശ്രമം കൊണ്ടൊന്നുമല്ല. ദിവസവും നമ്മൾ വായിക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മിക്ക കുട്ടികളും എന്താ ചെയ്യാന്ന് വെച്ചാൽ പരീക്ഷ അടുത്ത് വരുമ്പോൾ മാത്രമാണ് പഠനം തുടങ്ങുക. അപ്പം അതിനു പകരം ഈ രീതി തുടരുക. സ്കൂളിൽ നിന്ന് വന്ന ശേഷം കുറച്ച് സമയം വിശ്രമിക്കുക, ഒരു 30 മിനിറ്റ്, ഒരു ഹാഫ് ആൻ അവർ വിശ്രമിക്കുക. പിന്നെ കുറച്ച് മേലൊക്കെ കഴുകി ഭക്ഷണം കഴിക്കുക. എന്നിട്ട് കുറച്ച് സമയം നമ്മുടെ വീട്ടിലുള്ള അമ്മയൊക്കെ ആയിട്ട് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുക. പിന്നെ രണ്ടാമത്തെ പോയിന്റായിട്ട് പറയുന്നത് അന്നന്നത്തെ പാഠങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യുക. റിവിഷൻ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആ നോട്ട് എടുത്തിട്ട് നിങ്ങൾ ഈ വായിക്കണതിൻ്റെ ഇടയിൽ ആ നോട്ടായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക ടെക്സ്റ്റ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ടെക്സ്റ്റ് വായിക്കുമ്പോൾ ആ ടീച്ചർ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. സ്കൂളിൽ പഠിപ്പിച്ച ഓരോ വിഷയവും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ വീണ്ടും വായിക്കുക. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മറന്നു പോകാനുള്ള സാധ്യത വളരെയധികം കുറയും. പിന്നത്തെ മൂന്നാമത്തെ പോയിന്റായിട്ട് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഒരു മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക. എന്തൊക്കെ ഹോംവർക്ക് തന്നാലും അത് കംപ്ലീറ്റ് ചെയ്യുക. ഹോംവർക്ക് ഒരിക്കലും അവസാന നിമിഷത്തേക്ക് വെക്കരുത്. അതേ ദിവസം തന്നെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. അപ്പം തന്നെ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ സമയം കിട്ടുകയാണെങ്കിൽ, അത് ഞാൻ അങ്ങനെ കമ്പൽസറി ആയിട്ട് പറയുന്നില്ല, അടുത്ത ദിവസം എന്താ എടുക്കണേ എന്നുള്ള പാടൊന്ന് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. അതിനുള്ള സമയം കിട്ടുകയാണെങ്കിൽ കേട്ടോ. പിന്നെ അങ്ങനെയാണെങ്കിൽ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ടൈം ടേബിൾ റെഡിയാക്കുക. അതായത് ഇപ്പോൾ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 9 വരെയാണ് നിങ്ങൾക്ക് സമയം കിട്ടുന്ന കുട്ടികൾ ഇങ്ങനെ ചെയ്യുക. 5 മുതൽ 5:30 വരെ ഒരു വിശ്രമ ടൈം എടുക്കുക. 5:30 തൊട്ട് 6:30 വരെ ഒരു ഹോംവർക്ക് ചെയ്യുക. ഒരു ഹോംവർക്ക് അല്ല, നമുക്ക് എന്തൊക്കെ ഹോംവർക്ക് ഉണ്ടെന്ന് വെച്ചാൽ അത് ചെയ്യുക. പിന്നെ 6:30 തൊട്ട് 7 മണി വരെ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന മസ്റ്റാണ്, നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആണെങ്കിലും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക. പിന്നെ 7 മണി തൊട്ട് 8 മണി വരെ നിങ്ങൾ എന്തൊക്കെ പഠിപ്പിച്ചു എന്ന് വെച്ചാൽ അതൊന്ന് വായിച്ചു നോക്കി ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ഡിന്നർ ടൈം ഏതാന്ന് വെച്ചാൽ അത് ഒരു 8 തൊട്ട് 8:30 വേണമെങ്കിൽ ഒരു അരമണിക്കൂറാണെങ്കിൽ ആ ടൈം ഭക്ഷണമൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഈ ഒരു അരമണിക്കൂർ വേണ്ടി വരുള്ളൂ ഡിന്നർ കഴിക്കാൻ. അതിനുശേഷം ആ കംപ്ലീറ്റ് ചെയ്യാത്ത ടോപ്പിക് ഉണ്ടാവില്ലേ, അതായത് അന്നു എടുത്തതിൽ കുറച്ച് ബാക്കി പെൻഡിങ് വന്നെങ്കിൽ അതും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന്
വായിച്ചതൊക്കെ ഒന്ന് എഴുതി വെച്ച് നോക്കുക പോയിന്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ ടീച്ചർ തന്ന ലെക്ചർ നോട്ടായിട്ട് ഒന്ന് നോക്കുക, കമ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആ അന്നന്ന് എടുത്ത ആ ടോപ്പിക്ക് വീണ്ടും നിങ്ങളുടെ മെമ്മറിയിൽ പെട്ടെന്ന് വരാൻ സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് ഞാൻ പറയേണ്ടത്, ചില കാര്യങ്ങൾ നമ്മൾ എഴുതി പഠിക്കുക തന്നെ ചെയ്യണം. അതായത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ്, ഹിസ്റ്ററിയിലൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ് ഉണ്ടാവും, പിന്നെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ടാവും. അതുപോലെ മാത്സിലും കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജിയിലൊക്കെ സൂത്രവാക്യങ്ങൾ, ബയോളജി അല്ല ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ ഈ ഫോർമുലാസ് ഉണ്ടാവും. പിന്നെ എല്ലാ സബ്ജക്റ്റിനും കീ പോയിന്റ്സ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ പഠിച്ച ആ ടോപ്പിക്കിൻ്റെ ഒന്ന് എഴുതി വെക്കുക. അതൊരു നോട്ട്ബുക്കിൽ, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി ഒരു നോട്ട്ബുക്ക് വെച്ചിട്ട് അതിൽ കീ പോയിന്റ്സ് ഇന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ കീ പോയിന്റ്സ് എഴുതുക. പിന്നെ മെയിനായിട്ടൊരു കാര്യം, നിങ്ങൾ ആ പഠിക്കണ സമയം മൊബൈൽ ഫോൺ ഞാൻ യൂസ് ചെയ്യില്ല എന്ന് പറയുക, എന്നിട്ട് അമ്മയുടെ കയ്യിൽ കൊടുക്കുക. അതിനൊരു നിയന്ത്രണം മസ്റ്റായിട്ട് വെക്കണം. കാരണം മൊബൈൽ ഫോൺ, ഞാൻ ഇതിനു മുമ്പിട്ട വീഡിയോയിലൊക്കെ പറയുന്നുണ്ട്, മൊബൈൽ ഫോൺ നമ്മുടെ പഠിത്തത്തെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം മൊബൈൽ ഫോൺ മാറ്റി വെക്കുക, നോട്ടിഫിക്കേഷനൊക്കെ ഓഫ് ചെയ്ത് വെക്കുക. പഠന സമയത്ത് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് മാറ്റുക. പിന്നെ വേറൊരു കാര്യം, പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി റൂം ഉണ്ടെങ്കിൽ സ്റ്റഡി റൂം, അതല്ലെങ്കിൽ ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് നിങ്ങളൊരു റൂമിൽ പോയിരുന്ന് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടോപ്പിക്ക്, സ്കൂളിൽ പഠിപ്പിച്ച ടോപ്പിക്കൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മെയിനായിട്ട് ഹൈസ്കൂൾ കുട്ടികളാണ് ഇത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പർ പ്രൈമറി കുട്ടികളും പ്രൈമറി കുട്ടികളും ഒക്കെ, അത് പ്രൈമറിയിലൊക്കെ ആണെങ്കിൽ അമ്മയും അച്ഛനും ഒക്കെ ഇരുത്തി പഠിപ്പിക്കും കുട്ടികളെ. പക്ഷെ അപ്പർ പ്രൈമറി തൊട്ട് പഠിപ്പിക്കൽ കുറവായിരിക്കും, അവരോട് പഠിക്കാനാ പറയാ. അപ്പൊ അപ്പർ പ്രൈമറി തൊട്ട് ഇത് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് 10th എന്തായാലും A+ വാങ്ങാൻ കഴിയും എക്സാമിന്. പിന്നെ ഓരോ സൺഡേസിലും നിങ്ങൾ സ്വയമായിട്ട് ചോദിക്കുക, ഈ ആഴ്ച ഞാൻ എന്തൊക്കെയാ പഠിച്ചത്, ഞാൻ പഠിച്ചതൊക്കെ ശരിയായോ, എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി പഠിച്ചപ്പോൾ, ഏതാണ് എനിക്ക് പഠിക്കാൻ കഴിയാഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മെയിനായിട്ടൊരു കാര്യം, പരീക്ഷയ്ക്ക് മുമ്പ് നമ്മുടെ ആ ഒരു പ്രഷർ ഒഴിവാക്കാം. കാരണം ദിവസവും കുറച്ച് പഠിച്ചാൽ വീക്കെൻഡിൽ, അതായത് സാറ്റർഡേ ഇപ്പൊ ക്ലാസ് ഇല്ലെങ്കിൽ, സൺഡേ എന്തായാലും ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ സാറ്റർഡേ സൺഡേ നിങ്ങൾ ഇത് ഈ ഒരാഴ്ചയിലെ മൊത്തം ഒന്നും കൂടി റിവൈസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ ആ ഒരു എക്സാം ഫിയറും ഉണ്ടാവില്ല. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ റിവിഷൻ കഴിഞ്ഞിരിക്കും. കാരണം ഓൾറെഡി ഒരു ദിവസം നമ്മൾ ഇപ്പം മൺഡേ ടു ഫ്രൈഡേ എന്ന് വെക്കുക, സാറ്റർഡേ ഇല്ലെങ്കിൽ ക്ലാസ്, സാറ്റർഡേ ഉണ്ടെങ്കിൽ സാറ്റർഡേയും കൂടി കൂട്ടാം. മൺഡേ ടു ഫ്രൈഡേ വരെ നമ്മൾ അന്നന്ന് പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്തു, നോക്കി, വായിച്ചു, റിവൈസ് ചെയ്തു, എല്ലാം ചെയ്തു, പോയിന്റ്സ് ഒക്കെ എഴുതി വെച്ചു. വീക്കെൻഡിൽ സൺഡേ ഒരു സാറ്റർഡേ നിങ്ങൾ അത് മൊത്തം ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നമുക്കൊരു ലെസൺ നിങ്ങളുടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-15 ദിവസത്തിനുള്ളിലല്ലേ നിങ്ങൾക്ക് എക്സാം എടുക്കുള്ളൂ. ആദ്യത്തെ ആ ഒരു എക്സാം ഒരു ലെസൺ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 10 ദിവസം നോക്കിയാൽ അപ്പൊ തന്നെ നമ്മൾ ഒരു 2 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ എക്സാമിന്റെ ഫിയർ തന്നെ മാറിക്കിട്ടും. കാരണം നിങ്ങൾ ഓൾറെഡി അത് റിവൈസ് ചെയ്തതുകൊണ്ട്. അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങളിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മനസ്സ് തന്നെ തോന്നും, എനിക്ക് പഠിക്കണം, ഇന്നത്തെ എനിക്ക് പഠിച്ചേ തീരൂ. സ്കൂളിലെത്തി കഴിഞ്ഞാൽ തന്നെ ടീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ സർട്ടനായിട്ട് നിങ്ങൾക്ക് ആൻസർ പറയാം. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിക്കാത്ത കുട്ടിയായിരുന്നു, എനിക്ക് അത്ര മാർക്കൊന്നും കിട്ടിയില്ല, പക്ഷേ ഈ വർഷം ഞാനൊരു ടീച്ചറായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്രയും പറയണത് കേട്ടോ. കാരണം നമുക്ക് ആ ടീച്ചേഴ്സിന് ഈ കുട്ടി അധികം ഒന്നും പഠിക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ടീച്ചറുടെ അറ്റൻഷൻ കുറച്ചും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇപ്പം ടീച്ചേഴ്സൊക്കെ കൂടി സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പറയും, ഇന്ന് X/Y, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ഒരു കുട്ടികളുടെ X/Y ആണ് ഉണ്ടെങ്കിൽ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് പറയും, ഇന്ന ക്ലാസ്സിലെ ആ 8th എക്സ് ആ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി ഇപ്പോൾ നല്ലവണ്ണം പഠിക്കുന്നുണ്ട് കേട്ടോ, കഴിഞ്ഞ വർഷത്തെ പോലെയൊന്നും അല്ല. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും കേൾക്കും. അപ്പോൾ അവര് വരുമ്പോൾ ശ്രദ്ധിക്കും. ഓരോ ദിവസവും ആ കുട്ടി, അപ്പോൾ നമുക്ക് ടീച്ചേഴ്സിന് തന്നെ അങ്ങനെയുള്ള കുട്ടികൾ, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളോടൊരു സ്നേഹം തോന്നുകയും ചെയ്യുമ്പോൾ അവർ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ കുട്ടികളെ സഹായിക്കും. പിന്നെ
ഇനി ഈ മക്കളെ നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ സക്സസ് എന്ന് പറയുന്ന ഒരൊറ്റ ദിവസം കൊണ്ടോ ഒരൊറ്റ പരീക്ഷ കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല. ദിവസവും ചെയ്യുന്ന ആ ചെറിയ ചെറിയ ഹാർഡ് വർക്ക് ഇല്ലേ, കൊച്ചു കൊച്ചു ഹാർഡ് വർക്ക്, അതായത് നിങ്ങൾ അന്നെടുത്ത് അന്നന്ന് പഠിക്കുക, അങ്ങനെയുള്ളത് അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വിജയത്തിലെത്താനുള്ള ഒരു എന്താ പറയുക, ഒരു മുന്നോടിയാണ്. അപ്പോൾ ഞാൻ ദിവസവും കുറച്ച് സ്ഥിരമായി പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഓ ഇപ്പോൾ എനിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, വലിയ ഭാരമില്ല, ഇത് ഞാൻ എൻ്റെ ഒരു ശീലമാക്കി മാറ്റും. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സക്സസ്സിലേക്ക് എത്താൻ സാധിക്കും. ഇപ്പം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, കാരണം ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ മക്കളൊരു കാര്യം ചെയ്യുക, സ്കൂൾ തുറന്നിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഹൈസ്കൂളോ അല്ലെങ്കിൽ പ്രൈമറി കുട്ടികളോ അല്ലെങ്കിൽ UP കുട്ടികളോ അതല്ലെങ്കിൽ +1 +2 കുട്ടികളാണെങ്കിലും നിങ്ങളുടെ പുതിയ അധ്യയന വർഷത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ മെയിനായിട്ട് പറയുക, സ്റ്റഡി സ്മാർട്ട് ഫ്രം ഡേ 1. ആ ഒരു ഒന്നാമത്തെ ഇപ്പോൾ കുറച്ച് മുമ്പ് സ്കൂൾ തുറന്നു എന്നുള്ളത് ഒക്കെ ആണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓക്കെ, ലീവ് ഇറ്റ്. ഇപ്പം തൊട്ട് ഈ പോയിന്റ് തൊട്ട് നിങ്ങൾ ഇപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് നിങ്ങൾ ഒരു പുതിയ ഡിസിഷൻ എടുക്കുക. ഞാൻ പഠിച്ചു തുടങ്ങും, ഞാൻ പഠിക്കും. അങ്ങനെ നിങ്ങൾ ടൈം ടേബിളൊക്കെ റെഡിയാക്കി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലിടാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, നിങ്ങൾക്ക് എല്ലാ വിജയവും ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം മക്കളെ.